أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون. صدق الله العظيم. അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾ 4 വിഭാഗം. അതിൽ 4ാമത്തെ ആളുകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. വമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ജൂത വിഭാഗത്തിന്റെ കൂട്ടത്തിലുണ്ട്. ഉമ്മിയൂന, ഉമ്മീങ്ങളുണ്ട്. ഉമ്മി എന്ന് പറഞ്ഞാൽ നിരക്ഷരൻ എന്നാണ്. ഉമ്മായിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ പറയണം. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ആർക്കും ഒന്നും അറിയില്ലല്ലോ. അല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയില്ല, എഴുത്തുവായനൊന്നും അറിയില്ലല്ലോ. അല്ലെങ്കിൽ ഉമ്മുൽ കിതാബ്, അതിനെക്കുറിച്ച് ഇവരെ അറിയില്ല, വാസ്തവമാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ഉമ്മി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിരക്ഷരൻ എന്നാണ്. എഴുത്തും വായനയൊന്നും അറിയാത്ത പക്ക നാടന്മാര്, ഒന്നും അറിഞ്ഞൂടാത്ത ആളുകൾ. അങ്ങനെ ഒരു വിഭാഗം അവരുടെ കൂട്ടത്തിലുണ്ട്. ലാ യഅലമൂനൽ കിതാബ, എഴുതാനൊന്നും അറിയില്ല. ഇല്ല അമാനിയ, കുറച്ച് കളവുകൾ മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ. വൈൻഹും, അവരല്ല ഇല്ലാ യദുന്നൂൻ, ആ കാര്യങ്ങളെ കുറിച്ച് ഒരു ഉറപ്പൊന്നുമില്ല. അവരിങ്ങനെ കുറെ സംശയങ്ങളും ഭാവനകളും കളവുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതൊക്കെ നേതാക്കളിൽ നിന്ന് കിട്ടുന്നതുമാണ്. അങ്ങനത്തെ ഒരു വിഭാഗം അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന്. 4 വിഭാഗമാണ് അവര്. ഒന്ന്, ജനങ്ങളെ സ്വയം പഴച്ചവരും ജനങ്ങളെ പഴപ്പിക്കുന്നവരുമായ ലാലും മുതില്ലുമായ ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം അവരുടെ കൂട്ടത്തിൽ കപടന്മാർ. മുഅ്മിനീങ്ങളെ കാണുമ്പോൾ നിങ്ങളെ കൂടെയെന്ന് പറയും, നേതാക്കളെ കാണുമ്പോൾ അവരോട് ഒട്ടി നിൽക്കുകയും ചെയ്യും. 3ാമത്തെ വിഭാഗം അവരുള്ള കപടന്മാരോട് തർക്കിക്കുന്ന ആളുകൾ. നിങ്ങളെന്താ അവിടുന്ന് നിന്ന് പറഞ്ഞു ഇവിടുന്ന് നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നിലപാടൊന്നുമില്ല, ഞങ്ങളെ കൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കപടന്മാരോട് തട്ടിക്കയറുന്ന ഒരു വിഭാഗമുണ്ട്. അത് 3ാമത്തെ വിഭാഗം. ഇത് 4ാമത്തെ കൂട്ടരാണ്. ഒന്നും അറിയില്ല, മുമ്പിൽ പോയിരിക്കുക, നേതാക്കൾ പറഞ്ഞ എന്താണോ അത് അക്കീദാക്കും ചെയ്യുക. കുറെ കളവുകൾ വിശ്വസിക്കുന്ന ആളുകൾ. ഇന്ന് ഭൂരിഭാഗം അങ്ങനെയല്ലോ. മുശ്രിക്കീങ്ങളിലും നസ്രാണികളൊക്കെ ഭൂരിഭാഗം ആൾക്കൊന്നും അറിയില്ല. ആരാധനാലയങ്ങളിൽ നിന്ന് മണ്ഡപങ്ങളിൽ നിന്ന് എന്താണോ പാതിരിമാര് പുരോഹിതന്മാര് പറഞ്ഞത് അതങ്ങനെ തന്നെ വിശ്വസിക്കാം. എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനത്തെ കുറെ ആളുകളുണ്ട്. അന്നുണ്ടായിരുന്ന ഭൂരിഭാഗം അങ്ങനെയായിരുന്നു. അവർക്കൊന്നും അറിയില്ല, എന്താണ് ഉപരി പറഞ്ഞത് അത് വിശ്വസിക്കാം. അതാണ് ഉമ്മീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മി എന്ന് പറയാറുണ്ട്. ഒന്നും അറിയാത്ത ആളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം അറിഞ്ഞിട്ടുണ്ട് പിന്നീട്. പക്ഷെ അക്കാദമിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. സമാർജിത പഠനസിദ്ധി കൊണ്ട് ഹബീബായ നബി നേടിയെടുത്തല്ല ഇതൊന്നും. ഉമ്മിയായിരുന്നു, എഴുതാനുമില്ല വായിക്കാനുമില്ല. അങ്ങനെ ഹിറാ ഗുഹന്റെ ഉള്ളിൽ നിന്ന് കിട്ടാനുള്ളത് മുഴുവനും കിട്ടി. ആ കിട്ടിയതോ അന്നത്തെ സാഹിത്യകാരന്മാരെയും നിപുണന്മാരെയും സാമ്രാട്ടുകളെയും പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും കവികളെയും എഴുതുന്നവരെയും ഗവേഷണം ചെയ്യുന്നവരെയും വായിക്കുന്നവരെയും മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ അതിജയിക്കുന്ന ഏറ്റവും വലിയ അമാനുഷ്യ ഗ്രന്ഥമായി മാറി. അത് കിട്ടിയത് പർവ്വതത്തിന്റെ മുകളിലുള്ള ഹിറാ ഗുഹയുടെ അകത്ത് നിന്നാണ്. അപ്പൊ ഇത് നേരിട്ട് ആ ഗുഹന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തത് അള്ളാന്റെ ആളാണ്. അതിനൊരു 40 കൊല്ലം കളവ് പറയാത്തൊരു ജീവിതം ആ ശത്രു വിഭാഗത്തിന്റെ ഇടയിൽ പണിതിട്ടാണ് പിന്നീട് ഈ വാദം തുടങ്ങിയത്. 40 കൊല്ലം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ രാവോ പകലോ ഒരാളോടോ പല ആളോടോ തമാശക്കോ കാര്യത്തിനോ കളവിന്റെ ലാഞ്ചനയുള്ള ഒരക്ഷരം പറയാത്ത പൂർണ്ണ സത്യസന്ധനായ മുഹമ്മദ് മുസ്തഫ. പിന്നെ അള്ളാന്റെ പേരിൽ 40ാമത്തെ കൊല്ലം മല ഇറങ്ങിയിട്ട് കളവ് പറയുന്നു പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റൂല. ആ ഉമ്മയാണെങ്കിലും സമാർജിത ജ്ഞാന സമ്പത്തല്ല, എല്ലാം വഹബിയാണ്. ഇലാഹ് തെരഞ്ഞെടുത്തുകൊണ്ട് ഒരാൾക്ക് മുഴുവനും കോരിച്ചൊരിഞ്ഞു കൊടുത്തു. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ ഈ ഉമ്മിയും ആ ഉമ്മിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് ഞാൻ പറയാം. ഇവരൊന്നും അറിഞ്ഞൂടാ. ഒരു മുമ്പെങ്കിലും പോയിക്ക അവരെന്താണോ പറയണത് ഈസാ നബിയെ കുറിച്ച് അത് വിശ്വസിക്കും. ദൈവാന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. മൂസാ നബിയെ കുറിച്ച് എന്താ പറഞ്ഞാൽ വിശ്വസിക്കും. നേതാക്കളുടെ തൊള്ളയിൽ നിന്ന് വീഴുന്ന അക്ഷരങ്ങളെ
അപ്പാടം മിണുങ്ങിയിട്ട് ജീവിക്കുന്ന കുറെ ആളുകൾ അത് അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവരെ പറ്റിക്കുന്ന നേതാക്കളാണ്. അതുകൊണ്ട് അടുത്ത ആയത്തിൽ അല്ലാഹ് പറയുന്നത്, ആയത്തും കൂടി ചേർത്താൽ അത് മുഴുവനാവുള്ളൂ. ഫവൈലുൽ ലില്ലദീന യക്തുമൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. അല്ലാഹ് ചാട്ടവാർ പ്രഹരം നടത്തുകയാണ്. ഫവൈലുൻ, സകല നാശവും. അല്ലെങ്കിൽ നരകത്തിലുള്ള ഒരു ചെരുവാണ് വൈല്. അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിയപ്പെട്ടാൽ 40 കൊല്ലം കഴിഞ്ഞിട്ട് അടിയിലെത്തുള്ളൂ എന്നാണ്. അത്ര ഇടുങ്ങിയ ഒരു ചെരുവാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി ഒരു ആയത്തും കൂടി ശ്രദ്ധിക്കണാലാണ് വൈലുല്ലിൽ മുസല്ലി എന്നുണ്ട്. നിസ്കരിക്കുമ്പോൾ ഉറങ്ങി തൂങ്ങുക, ഒരു ശ്രദ്ധയില്ല, മൊബൈലിക്ക് നോക്കുക, അവിടെ ചൊറിയ കോട്ടുവായിടുക, ഒരർത്ഥമില്ലാത്ത നിസ്കാരമാണെങ്കിൽ ഓൽക്കും ഈ ഇടുക്കന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. മൊബൈലിൽ ഇറങ്ങിയതിനു ശേഷം കുറെ ആളുകൾ ഇടുക്കിൽ വീഴുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചോളി. നിസ്കരിക്കുമ്പോൾ മൊബൈൽ പിന്നെ നമ്മളെ ദീനിയായ ആവശ്യത്തിന് കൊണ്ടുവരാ. ഇപ്പൊ ഇതിൽ തന്നെ മൊബൈലുള്ള കച്ചവടക്കാരുണ്ട്, ഓലൊക്കെ കൊണ്ടുവരണം. ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞ ഒലമായിനോടാ, മുത്തഅല്ലിമീങ്ങളോടാ. നമ്മളെന്തിനാണ് നിസ്കരിക്കും മൊബൈലായിട്ട് നടക്കുന്നത്? എന്തതിന്റെ ആവശ്യമില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നിട്ട് അതിന് ഞാൻ പോകലാണ്, സൈലന്റ് ആക്കുക. നിസ്കരിക്കണം എന്ന സമയത്ത് മൊബൈൽ സൈലന്റ് ആക്കാത്തവന് എന്ത് നിസ്കാരമാണ്? ഒരുപാട് ആൾക്കാർ നിസ്കാരം വസ്വാസായല്ല. ഇവന്റെ റിംഗ് ടോൺ കൊണ്ട് ഇമാമിന്റെ നിസ്കാരം തശ്വീശാകുക. അതിനിടയിൽ ഇവനെടുത്ത് നോക്കുക, അതിൻ്റെ അടിയിൽ തക്ബീർ, അതിൻ്റെ അടിയിൽ റുക്കു, അതിൻ്റെ അടിയിൽ സുജൂദ്, അതിൻ്റെ അടിയിൽ ഇതിക്ക് പാളി വെക്കുക. ഇവരെയും കൊണ്ടുപോയിട്ട് ഇടുക്ക് തന്നെ ഇടുക. എന്നാ പിന്നെ അതിനേക്കാളും നല്ല നിസ്കരിക്കാണെന്ന് തോന്നും. കാരണം നിസ്കരിക്കാത്തവന് സക്കറാണ്, അത് നരകാണ്. ഈ കോലത്തിൽ നിസ്കരിക്കണവന് വയലുമാണ്. എന്നാ പിന്നെ വയലിനേക്കാളും നല്ല സക്കറാണ്. കാരണം എത്ര ചൂട് അവിടെ ഉണ്ടാവില്ല. കിടന്നുറങ്ങാൻ അതിനർത്ഥമില്ല. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഇടുക്കാണ്. മേലിന് ആളാണ്ട് തട്ടിയാൽ 40 കൊല്ലം കഴിഞ്ഞിട്ട് അടിയിലെത്തുക. അപ്പൊ അതിന്റെ ആഴം നോക്കാൻ നിങ്ങൾ അവിടൊക്കെ ഇരുട്ട്. അടി പോയാൽ തൊള്ളം കണ്ട് തുറക്കും. മേലെ ചുണ്ട് നെറുന്തലിന്റെ അവിടുക്കാണ്ട് പോകും, താഴെ ചുണ്ട് പൊക്കളിന്റെ അടിക്കും ദാഹം കൊണ്ട്. നാവാണെങ്കിലോ 70-80 മൈൽസ് അപ്പുറത്തേക്ക് നോളും. അപ്പൊ ഇവരെ തൊള്ളയ്ക്ക് മേലിന് പാർന്നു കൊടുക്കല് വ്യഭിചരിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഗുഹ്യദ്വാരത്തിലൂടെ ഒഴുകുന്ന കറുകറുത്ത പെയിന്റ് അടിച്ച ചൂടുള്ള ചീഞ്ചലമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. എഴുതി ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന പുരോഹിതന്മാർക്കും അല്ലാഹു തആല അവിടെ വെച്ച സൽക്കാരതാണ്. ഫവൈലുൻ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം. സ്വന്തം കൈകൊണ്ട് അള്ളാന്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് എഴുതി കുത്തി ഉണ്ടാക്കുക, എന്നിട്ട് പാവങ്ങളെ പറ്റിക്കുക. ഇവർക്കൊക്കെ ഈ വൈലാണ് എന്നാണ്. വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അവരെ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്. ഇതിങ്ങനെ എഴുതിയിട്ട് വരും പറയും ഇത് അള്ളാന്റെ ഇരുന്നുള്ള കേട്ടോ. ഒരു വീട്ടിൽ നിന്ന് സ്വകാര്യം എഴുതിയതാ. എന്നിട്ട് ഒരു പറയും ഇത് അള്ളാന്റെ ഇരുന്നുള്ളതാണ്. എന്തിനാ പറയണേ? ലിയശ്തറൂ ബിഹി സമനം ഖലീല. അതുകൊണ്ട് അവർക്ക് സമനും കലയിൽ കിട്ടണം. ദുന്യാവിന്റെ എന്തും സമനും കലയിലാണ്. ജനങ്ങളിൽ നിന്ന് പൈസ വസൂലാക്കി ജീവിക്കണ കുറെ പുരോഹിതന്മാരന്നുണ്ടായിരുന്നു. അത് ആ മുതലാളിമാരെന്താ പറഞ്ഞത്? അങ്ങനെ തന്നെ എഴുതിണ്ടാക്കി കൊടുക്കും. ഓൽക്ക് വേണ്ട ഫത്വ, ഓൽക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു ആള് നോക്കിയിട്ട് ഫത്വ കൊടുക്കുക ആണ്. എന്നിട്ട് അവർ പറയുന്നതൊക്കെ അള്ളാന്റെ ഇരുന്നുള്ളതാണ് പറയും. പിന്നെ ദുന്യാവിന്റെ സമനും കലയിൽ എന്ന് പറയാൻ കാരണം ദുന്യാവിന്റെ ഏത് സാധനം സമനും കലയിലാണ്. സമനും കസീർ എന്നുള്ളൊരു സംഗതി ഇവിടെ ശരിക്കില്ല, ഇവിടെ ഒന്നുമില്ല. കാരണം ദുന്യാവ് എന്ന് പറഞ്ഞാൽ അവ്വലുഹു ബുകാഉൻ വആഖിറുഹു ഫനാ. ഇതാണ് ദുന്യാവ്. ദുന്യാവ് പഠിച്ചോളൂ. അവ്വലുഹാ ബുകാഉൻ വആഖിറുഹാ ഫനാ. ഇതാണ് ദുന്യാവ്. ദുന്യാവിന്റെ തുടക്കം എങ്ങനെ? കരഞ്ഞോണ്ട്. ദുന്യാവിന്റെ ഒടുക്കം എങ്ങനെ? ഒക്കെ നശിച്ചുകൊണ്ട് പുഴുക്കൾ ശരീരത്തിൽ കയറിയിട്ടല്ലേ ശരീരം ഒടുങ്ങണത്. തുടക്കം കരച്ചില്, ഒടുക്കം പുഴുക്കള്.
ഇതിന്റെ അടിയിലുള്ള പാന്റും കുപ്പായും ചുപ്പിയൊക്കെ അല്ല ഇപ്പൊ ഇത്. തുടക്കം കരച്ചിലല്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇതിൽ ഉമ്മാന്റെ പള്ളയിൽ നിന്ന് വരുമ്പോ കരയാത്ത ഏതെങ്കിലും ആളുണ്ടോ? ഓനക്ക് നാളെ എന്റെ വക ഇറച്ചും പൊറാട്ടയും അല്ലല്ലോ, കരഞ്ഞിട്ടാണ് വരണേ. ഇനി ഒന്നും കൂടി ഞാൻ പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദുന്യാവക്ക് വരുന്നത് വളരെ മോശപ്പെട്ട സ്ഥലത്ത് കൂടിയല്ലേ, വളരെ വൃത്തിയട്ട മോശപ്പെട്ട സ്ഥലത്ത് കൂടി കരഞ്ഞോണ്ട് വരിക അല്ലേ ദുന്യാവ്. മൂത്രദ്വാരത്തിലൂടെ ഒരു പ്രാവശ്യം വരണുള്ളൂ, മനുഷ്യന് മൂത്രദ്വാരത്തിലൂടെ 2 പ്രാവശ്യം വരുന്നുണ്ട്. ടിക് ടിക്. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. ഇത് എന്റെ തത്വമല്ല, ഗസാലിമാം ചിന്തയെ ഉണർത്താൻ വേണ്ടി തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞൊരു ഡയലോഗാണത്. ഇമാം ഗസാലി തങ്ങൾ, നിന്റെ നിസ്സാരത നീ ഒന്ന് മനസ്സിലാക്കടോ. ഗസാലിമാം പറയട്ടാ, ഞങ്ങളോട് പറയല്ലേ. നീ നിന്റെ നിസ്സാരത മനസ്സിലാക്ക്. മൂത്രദ്വാരത്തിലൂടെ 1 പ്രാവശ്യം വന്നിട്ടുള്ളൂ, നീ മൂത്രദ്വാരത്തിലൂടെ 2 വട്ടം വന്നിട്ടുണ്ട് എന്നാണ്. പാപ്പാന്റെ മൂത്രദ്വാരത്തിലൂടെ, മാന്റെ മൂത്രദ്വാരത്തിലൂടെ. ഇനിയിപ്പോ എത്ര കുപ്പായിട്ടാലും അങ്ങനെ വന്നവരെന്നെ ഇരിക്കണം. ഒക്കെ അതല്ലാത്ത കോലത്തിൽ വന്ന ഒരാളുണ്ടെങ്കിൽ പറയും ഓനക്ക് എന്റെ വക കാറുണ്ട്. നമുക്ക് ധൈര്യല്ലേ? അല്ലാത്ത ഒരാള് കൂട്ടത്തിൽ ഇല്ല എന്ന് ഉറപ്പല്ലേ? അടച്ചോനെ, ആകെ ചിന്തിച്ചാലേ കൊട്ടി മടക്കിയിട്ട് ഓടിപ്പോണ്ടി വരും. ഒന്നുമില്ല. അപ്പൊ ഇതാണ് ദുന്യാവ്. എന്ത്? കരഞ്ഞോണ്ട് വളരെ വൃത്തിയായിട്ട് സ്ഥലത്ത് കൂടി കൊണ്ട് വരിക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പഞ്ചറായാലും പുഴുക്കൾക്ക് അന്നായിട്ട് മാറുക. അടച്ചോനെ, ചിതലും പോഴേക്കളും താവളം പേര് തുണ്ടതിൽ സന്തോഷമാണവർക്ക് നീ ചെല്ലുന്നതിൽ. കാർഡില്ലറേശ വേണ്ട പോലതിലുണ്ട്, ക്യോ സിസ്റ്റമില്ല. പറഞ്ഞിട്ടിട്ട് ശരി നഞ്ഞ് വേണ്ടാന്ന് വെച്ചിട്ട് ഇതൊക്കെ കൂടി എടുത്തോണ്ടാന്ന് കരുത്. അതല്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ കൊണ്ടുപോലെന്ന് ഉറപ്പിച്ചിട്ട് പറഞ്ഞാണ്. അപ്പൊ അതാണ് പഠിച്ചോനാ, ഇതൊക്കെ വലിയ ചിന്തന്റെ വിഷയങ്ങളല്ലേ. ഇതൊക്കെ നല്ല ചിന്തകളല്ലേ. ഇതൊക്കെ ഒഴിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചാലുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ LKG കുട്ടികളാവും. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. തുടക്കം ഒന്നുകൂടി ഞാൻ പറയാം. മൂത്രദ്വാരത്തിലൂടെ 2 വട്ടം കരഞ്ഞോണ്ട് വരിക, കഴിഞ്ഞാൽ പുഴുക്കൾക്ക് അന്നായിട്ട് മാറുക. യാ റബ്ബ്, നമ്മളൊക്കെ പരിയില് ചിക്കനും മട്ടനും കുട്ടനൊക്കെ അടിച്ചിട്ട് തടിമാടനായ ആൾക്കാരൊക്കെ കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ടല്ലോ കബർക്ക്. 2 ആഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തുറന്നോക്കരുതിട്ട് അവിടെ വന്നിട്ട് വിപ്പാക്കരുതേ. അഥവാ തുറന്നു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ എന്താ കാണുക? ഞാനീ പറഞ്ഞതാണ് കാണുക. ഭൂരിഭാഗത്തിൻ്റെ ഉള്ളിലും പുഴുക്കൾ ഇങ്ങനെ തിളങ്ങുണ്ടാവും. കുറെ കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല, സാധനം ഉണ്ടാവില്ല. എത്ര സ്പീഡിലായിട്ട് നിങ്ങൾ തിന്നുകാര്യങ്ങള്. ഈ ചെങ്ങരംകുളം ഭാഗത്ത് കവറ് 70ഓളം കവറ് പൊളിക്കേണ്ടി വന്നു. പൊളിക്കാൻ നേതൃത്വം കൊടുത്ത ആളിനോട് പറയാണ് 65 കവറിലും ഇല്ല തുമ്പ വല ഒരു സാധനം ഇല്ല. അപ്പൊ എത്ര സ്പീഡിലാ പുഴുക്കൾ തിന്നണ്. ഈ 65 കവറിലും കൊണ്ടുപോയിട്ടത് നല്ല തടിയുള്ള മനുഷ്യന്മാരെയാണ്. കാരണം അവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് കുറെ പുഴുക്കള് നമ്മളങ്ങോട്ട് കിട്ടാൻ. കുറെ കാലമായിട്ട് ഞങ്ങൾ പട്ടിണിയാണ്. ഇതിങ്ങണ്ട് വെക്കലോട് കൂടി തുടങ്ങും അടിച്ചു കയറല്. നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ 3-ാം ദിവസം കണ്ണു പോവാണ്. കണ്ണോക്ക് ഇവിടെ ഉണ്ടല്ലേ? കണ്ണോക്ക് ഇവിടെ ഇല്ല പ്രയോഗം. എന്തെങ്കിലും ഞാനിത് നിങ്ങളെ എവിടുക്ക കുഴിക്ക് ചാടിക്കാനാ നിങ്ങള്? കണ്ണോക്ക് എന്നുള്ളൊരു വാക്ക് ഇവിടെ ഇല്ലേ? പഠിച്ചോ, നിങ്ങള് പറഞ്ഞാലല്ലേ എനിക്ക് പൈമതിലും പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അതെനിക്കറിയാം, ഞാൻ അതല്ല ഇവിടെ ഇല്ലെന്ന് വെച്ചത്.
ഞാൻ കണ്ണൂരത്തെ പെങ്ങളോട് ചോദിക്കണം, ഞാൻ അവിടെ അതിനോട് ഈ കുട്ടി കണ്ണൂർക്കാരനല്ലേ, ഇതായി കണ്ണൂർക്കാരനിരിക്കണേ, ഞാൻ ഇവിടെ പ്രയോഗം ഉണ്ടോന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കണ്ണോക്ക്, നിങ്ങൾ മനസ്സിലായിക്കോളി കണ്ണോക്കുന്ന സംഗതി ഉണ്ട്. ഞമ്മക്കത് അലുവ മുറിച്ചെന്നുള്ള ഈസാണ്. കാരണം ഈ കുടുംബക്കാർ പറയുമല്ലോ അലുവ കൊടുത്തിട്ടുണ്ടാവും, ആ കണ്ണോക്കിന് കഷ്ണാക്കിയിട്ട് ഉമ്മാര് കുട്ടികൾക്ക് തേങ്ങയും കൂട്ടി കൊടുക്കുമ്പോ പാപ്പ മരിച്ചതിന്റെ പേരില് അപ്പൊ കുട്ടികളങ്ങനെ വലിപ്പി മരിച്ചിട്ട് ഇറക്കില്ല, കാരണം ഇതിങ്ങനെ കിട്ടിയല്ലേ. നമ്മളെ പരിപാടി അതാണ് അല്ലേ കണ്ണോക്ക്. ഈ കണ്ണോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ആ സാധുവിന്റെ കണ്ണു പോണ ഈസാണ്, അതാണ് ഈ കണ്ണോക്ക് എന്ന് പറഞ്ഞത്. ആദ്യത്തെ ദിവസമൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. കുഴപ്പമുണ്ടാവില്ല പറഞ്ഞാല് ഈ ശരീരത്തിന്റെ ഓരോ പാർട്സിനും ഗ്യാസ് ഉണ്ട് എന്നാണ്. അതാണ് കൊണ്ടുപോയിട്ടാല് മൂടലും വെച്ച് നാനാഭാഗത്ത് ഓട്ടയൊക്കെ അടച്ച് എല്ലാം അടക്കമല്ലോ. അടച്ചോനെ പിന്നെ ഇരുട്ടത്ത് ഒരു ഇടുങ്ങിയ ഗുഹയിലാണ്ട് ഇടല്ലേ, ഇതൊക്കെ അങ്ങോട്ട് ചേർക്കും, ഗ്യാസ് അങ്ങോട്ട് തള്ളിയിട്ട് ചേർക്കും. പള്ള ഉണ്ടല്ലോ, ഈ പള്ള ബലൂണ് മാതിരി ഉണ്ട് കൂർക്കും. ഇവിടുന്ന് തന്നെ കുറെ പുറത്തേച്ച് വീർക്കും. അതുകൊണ്ടാണ് വല്ലാതെ കട്ടില്ലാത്ത വന്നിക്കപ്പെടാത്ത ഒരു സാധനം പള്ളമ വെക്കണം എന്ന് മസല ഉള്ളത്. ഒരു ചാവി പോലത്തെ സാധനം മയ്യത്തിന്റെ പള്ളം വെച്ചു കൊടുക്കലുണ്ടല്ലോ. എന്തിനാണത്? ഇനി ചാവിയായിട്ട് അവിടെ പോയിട്ട് അൽമാറ ഉറക്കാനല്ല. അങ്ങനെ എഴുതണ്ട. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളു, അല്ലെങ്കിൽ ബലൂണുമാര് ഉള്ളുനാട് തള്ളും. എത്ര വെച്ചിട്ടപ്പ തള്ളുക? തള്ളിയ 3-ാം ദിവസം എന്താവും? കബറിന്റെ ഉള്ളിൽ നിന്ന് പള്ളാണ്ട് പൊട്ടും, പെട്ടി പൊട്ടുന്നു. അടച്ച തമ്പുരാനെ, ഈ പള്ളാണ്ട് പൊട്ടിയ എന്തിനാ പറ്റിയ? പള്ള അങ്ങോട്ട് പൊട്ടിയ പിന്നെ ആകെ പറ്റല് പുഴുക്കൾക്കാണ്, വേറെ ആർക്കും പറ്റില്ല. പുഴുക്കൾ അടിച്ചാണ്ട് കയറുന്നാണ് പറഞ്ഞത്. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണ് അവർക്ക് നീ ചെല്ലുന്നതിൽ. ഇതൊന്നും തലേ കയറിയാ ദുന്യാവ് വല്ലാതെ തലേ കയറൂല, ഒന്നും കയറൂല. പിന്നെ ഇവിടെ വല്ലാതെ ഇവിടുത്തെ കാര്യങ്ങൾ വല്ലാതെ തലേക്ക് കയറാൻ ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കയറൂലാണ്ട് കയറി കിട്ടൂല. അതാണ്. അള്ളാഹു നമ്മളെ സലാമത്താകട്ടെ. മരിച്ചാൽ ആരൊക്കെ വന്നിട്ട് നമ്മൾ നെറ്റിമങ്ങനെ മുത്തും. ഞാൻ ഇന്നലെ എൻ്റെ പ്രഭാഷണത്തിൽ ഈ വാക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നു. ഈ വാക്ക് ഇതുവരെയുള്ള ഒന്നല്ല, ഈ ഒരു വാക്ക്. ഇന്നലെ രാത്രി ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് ആരൊക്കെ നമ്മളെ നെറ്റിമ്മ ഒന്ന് മുത്തും. നീ മരിച്ച് കഫൻ ചെയ്താലും ഒരു ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ നെറ്റിയിൽ വന്ന് മുത്തും. തുടങ്ങുമ്പോഴും ഒരു മുത്തല്, ഒടുങ്ങുമ്പോഴും ഒരു മുത്തല്. അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഇതിനല്ലേ ജീവിതം എന്ന് പറയാ. അത് തമനും കളിയിലല്ലേ 2 മുത്തല്. പള്ളിയിൽ നിന്ന് വന്ന ഒരു മുത്തല്, മരിച്ചു കഴിഞ്ഞാൽ വേറൊരു മുത്തലും. അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചു? കുറച്ച് ആണ്ടുകൊണ്ടൊക്കെ നടന്ന് വെയ്ക്കും പോയി, കട പറഞ്ഞ്, കാറ് പോയി, വയല് പറഞ്ഞ്, എഴുതി പിടിച്ചു, ഖലാസ് ജീവിതം കഴിഞ്ഞു. മായാ പ്രപഞ്ചല്ലേ, സുബ്ഹാനല്ലാഹ്. ഇതിനൊക്കെ ഓർമ്മപ്പെടുത്തുന്ന നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു. അതും വലിയ കുട്ടികളെ മൊബൈലിലൊന്നും. ഇതിനൊക്കെ ഓർമ്മപ്പെടുത്തുന്ന പാട്ടുകൾ കേട്ടിട്ടാ ഞങ്ങളൊക്കെ വളർന്നത്. മനുഷ്യ നീ മറന്നിടുന്നോ, മസ്താടി നടന്നിടുന്നോ, ധനമോഹം കവർന്നിടുന്നോ, ദുനിയാവ് വിടൂലെന്നോ. ഞാൻ ഈ പറഞ്ഞതിന്റെ എല്ലാ വിഷയങ്ങളും ഇതിൽ ചുരുണ്ടി കിടക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇറങ്ങിയ പാട്ട് അതൊക്കെയാണ്. കല്യാണ പറയുന്നൊക്കെ ഈ പാട്ട്. എന്റെ പെങ്ങള് കെട്ടിക്കുമ്പോ എന്റെ വാപ്പട്ടിന്നത് ഈ പാട്ടാണ്, ഈ പാട്ട് ഇട്ടിന്ന്. അങ്ങനെ കേട്ടിട്ട് ചോറ് വയ്ക്കുമ്പോ ഒരു അതവുണ്ടാവും. ഇന്നോ കല്യാണപ്പേരി കണ്ടുപോയ എല്ലാരും ഓസ്മാൻ ഇറങ്ങിയ മാതിരിയാ പാട്ട്. അജാതി പാട്ട വെക്കലേ അള്ളാഹുക. അതുകൊണ്ട് നമ്മളെ നാട്ടിലുണ്ട്, കണ്ണൂരൊക്കെ ഉണ്ട്. അത് നിസ്കാരതാകുമ്പോഴുള്ള ആൾക്കാരെ വീട്ടില് കല്യാണമാണ് കണ്ടാലും അള്ളാന്റെ ലാനത്ത് നാളെ മറ്റന്നാളെ ഇറങ്ങുന്ന കോലത്തില്ല. ആ പരസ്യമായിട്ട് മോളെയും കെട്ടാൻ വരുന്ന ചെക്കനെയും ഒപ്പാണ്ട് സ്റ്റേജിൽ കണ്ടിരുത്തുക. എന്നിട്ട് ഇവന് ഓന്റെ പെണ്ണിന് നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, പെണ്ണിന് കുറെ പാല് കൊടുക്കുക, ഗ്ലാസ്സിൽ പാല് കൊടുക്കുക, ഓപ്പൺ സ്റ്റേജില്. അതിനൊരുപാട് ആൾക്കാർ മൊബൈലായിട്ട് ഇങ്ങനെ പകർത്തുക. അവിടെ ഉണ്ടാവും 5-8 ആൾക്കാരെ നിൽക്കാരതാ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അവിടെ ഒരു മൂല്യര് പോയി കണ്ട് അൽ ഫാത്തിഹ, എന്നിട്ട് മൊയ്തീൻ ഷേഖിന്റെ ഒക്കെ പേരിൽ ഫാത്തിഹ ഓതുക ഈ പാല് കൊടുക്കണോടത്ത്. എന്നിട്ട് അതിന് കല്യാണം എന്നോ അങ്ങനെ പേരിടുക. ഇതൊക്കെ വരണ കുട്ടികൾ തമ്മാടികളല്ലേ. കാരണം തുടക്കം അങ്ങനെയാണ്. ഇനി ഒടുക്കം പറയണ്ടോ? തുടക്കം നന്നായാലല്ലേ ഒടുക്കം നന്നാവുള്ളൂ.
ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനല്ല തഖ്വ എന്നുള്ളൊരു സംഗതി ഉള്ളത്. ഞാൻ എൻ്റെ കുടുംബത്തിലൊരു തീരുമാനം എടുത്താൽ അത് മറിച്ചിടാൻ ഇന്നൊരാളില്ല. എന്താ, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും പ്രായമുള്ള ആളാണ്. ഇന്നേ കുട്ടികളൊന്നും കിട്ടില്ല. എൻ്റെ കുടുംബത്തിൽപ്പെട്ട വലിയ വലിയ ആളുകളൊന്ന് കല്യാണത്തിന് വിളിച്ചാൽ തന്നെ വലിയ ആളുകളായിരിക്കും. എനിക്ക് പറ്റാത്ത സ്ഥലത്തേക്ക് ചവിട്ടല്ലേ. ആരാജി വരാത്തെന്ന് നോക്കാം, കാരണവരും കൊണ്ട് പറ്റേ. ഞാൻ പോലും പോകത്ത എൻ്റെ ഇഷ്ടല്ലേ. ആരപ്പ നമ്മളതിൻ്റെ വലിയ കൊല്ലുക? ഇത് പേടിയാണ്. അങ്ങോട്ട് പോയിരുന്ന എന്താ ജീ വന്നിട്ടില്ല എന്ന് തോന്നുന്നു, വേറെന്താ. അതിന്റെ പേരിൽ പിണങ്ങിയാലും കൂലി തന്നെയാണെന്ന്. കൂലിയുള്ള കണക്കുണ്ട്, അതാർക്കും ഉണ്ടാവില്ല. ഇസ്ലാമില് കൂലിയുള്ള കണക്കുണ്ട്. അതിന്റെ പേരിൽ പിണങ്ങിയാലും കൂലിയല്ലേ. കാരണം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ പിണങ്ങിയത്. ഇനി വേറെ എന്തെങ്കിലും ദേഷ്യം വെച്ചിട്ട് പിണങ്ങാനുള്ള ഒരു കാരണം കണ്ടെത്തുക, എന്നിട്ട് ഇത് പറയാൻ പറ്റൂല കേട്ടോ. ദീനിന് വേണ്ടി മാത്രം പിണങ്ങിയ കൂലിയല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും ഈ ചീഞ്ഞളിഞ്ഞ ദുനിയാവിൽ ഇനി എന്ത് കിട്ടിയാലും തമനും കളിയില്ല. അതല്ല ഇവിടെ ഈ പരീക്ഷണം ഉള്ളത്. നമുക്ക് തോന്നുന്നു എന്താ ഇങ്ങനൊക്കെ അവർക്ക് പരീക്ഷണം കൊടുക്കണ പഠിച്ചോന്. അള്ള ഇതിനൊരു നിലമ്പിലും കൊടുത്തിട്ടില്ല. കൊതുകിന്റെ വില കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, ഈച്ചന്റെ വില കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈച്ചക്ക് ചെറിയ വില ഉണ്ട്, കാരണം ഇങ്ങനെ പാറുന്ന സാധനമല്ലേ. അതുകൊണ്ട് തന്നെ ഈച്ചന്റെ വില കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ല, ഈച്ചന്റെ ചിറകിന്റെ വില കൊടുത്തിട്ടില്ല എന്നാണ്. കാരണം ഈച്ചന്റെ ചിറകിന് എന്ത് വിലയുള്ളത്? അത് മുറിഞ്ഞിരുന്നാൽ. പാറ്റന്റെ ചിറക്, പാറ്റയ്ക്ക് വില ഉണ്ട്. ചിറക് മുറിഞ്ഞിരുന്ന ആരെങ്കിലും തിരിഞ്ഞു നോക്കോ? ഒന്നോറ്റ് കോരി കൊട്ടിയിട്ട് കൊട്ടയ്ക്ക് എടുത്തിട്ട് കൊണ്ടുപോയി കൊട്ടലല്ലേ. ചിറകിന് എന്ത് വിലയുള്ളത്? ദുനിയാവിന് അള്ളാഹു തആല ഈച്ചന്റെ വില കൊടുത്തിട്ടില്ല എന്നല്ല, ഈച്ചന്റെ ചിറകിന്റെ, കൊതുകിന്റെ വില കൊടുത്തിട്ടില്ല എന്നല്ല, കൊതുകിന്റെ ചിറകിന്റെ വില കൊടുത്തിട്ടില്ല എന്നാണ്. അത് ചിലവർക്ക് അള്ളാഹു തആല കോരിച്ചൊരിഞ്ഞ് ദുനിയാവ് കൊടുക്കും, അത് പ്രശ്നമില്ല. ഒരു നല്ല രൂപത്തിൽ ഉണ്ടാക്കും, നല്ല രൂപത്തിൽ കൊടുക്കും. ഇവര് നാളെ മഹ്ശറിൽ പൊന്നമ്പിളിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അത് സ്വഹാബാക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അങ്ങനത്തെ കുറെ മഹാന്മാര്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫൊക്കെ എന്ത് വലിയ മലയാളിയായിരുന്നു. എത്ര അങ്ങനത്തെ മലയാളിമാരൊന്നും ഇപ്പൊ ഈ സദസ്സിലല്ല, മലപ്പുറം ജില്ലയിൽ തന്നെ ഇല്ല. താറ വലിയ മലയാളിയായിരുന്നു. പക്ഷെ സ്വർഗത്തിലല്ലേ. സ്വർഗത്തിലാന്ന് മാത്രമല്ല, അശറത്തുൽ മുബശ്ശറയിൽ പെട്ടില്ലേ. നമ്മളെ കൂട്ടത്തിലുള്ള മലയാളിമാരൊക്കെ അള്ളാഹു തആല അങ്ങനെ ആക്കി കൊടുക്കട്ടെ. നമ്മളെ അള്ളാഹു അങ്ങനെ മലയാളിയാക്കി തരട്ടെ. അതായിരിക്കും നമുക്ക് ആദ്യം ദ്വാരക്കണ്ടേ അല്ലേ. പണ്ടൊരാള് കുറെ ദ്വാരുന്നല്ലോ, അള്ളാഹുവേ ചിന്നെ യൂസ്ഫുള്ളി ആക്കണേ, യൂസ്ഫുള്ളി ആക്കണേ. നാരിയ സ്ഥലത്തല്ലിട്ട് യൂസ്ഫുള്ളി ആക്കാൻ ദ്വാരക്കുക. നോക്കുമ്പോ മൂപ്പര് യൂസ്ഫലി ഒന്നും ആകണില്ല. അപ്പൊ മൂപ്പര് ദ്വാ മാറ്റി പിടിച്ച്, എന്നാ പിന്നെ യൂസ്ഫലി നിന്റെ മാതിരി ആക്കണേ അള്ളാ, യൂസ്ഫലി നിന്റെ മാതിരി ആക്കണേ. എന്താ പ്രശ്നം? നമ്മളത് ആടില്ലെങ്കിൽ പിന്നെ അയാളെ നമ്മളെ മാതിരി ആക്കണമെന്നാ. മനസ്സിലാ? പൈസ കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ, നല്ല പൈസ നല്ലതല്ലേ. പക്ഷെ ഉള്ളവർക്ക് നമ്മൾ ദ്വാരം കൊടുക്കണം. അസൂയ പാടില്ല. ഉള്ളവർക്ക് ദ്വാരം കൊടുക്കണം. ഇന്ന് അസൂയും കുറ്റുമാണ് കച്ചവടക്കാരുടെ പ്രത്യേകിച്ച്. ഒരാൾ വന്ന് പറയാണ് പുത്തൻതാണിലുള്ള അല്ലെങ്കിൽ കോട്ടക്കലുള്ള അല്ലെങ്കിൽ തിരൂരുള്ള കടകൾ മൊത്തം അടിച്ചു പോയിക്കണ്, കരിഞ്ഞിക്കണ് പറഞ്ഞ് നമ്മളെ കട അതിൻ്റെ ഉള്ളിലുണ്ടോന്ന് കിട്ടുക. അപ്പൊ നമ്മള് ഇന്നാലില്ല ഈ തീ വന്നതിന്റെ പേരില്ല ഓന്റെ കടയും പോയിക്കണം, അതിനാണ് പോയി. വേറെ ആളെന്നാണ്ട് പറഞ്ഞ് അന്റെ കടക്ക് മാത്രം ഒരു കുഴപ്പം പറ്റി, അൽഹംദുലില്ലാഹ്. ഈ അൽഹംദുലില്ലക്ക് രണ്ട് വാനയാണ്. മൂപ്പരെ കട കത്താത്തതോണ് മറ്റേത് നിങ്ങൾക്ക് മനസ്സിലായില്ല, മറ്റേ കത്തിയും കൂടിയാണ്. ഇങ്ങനെ കച്ചവടം ചെയ്ത അതിലും ബർക്കത്തുണ്ടാവില്ല. ഞാനിവിടെ കട തുറക്കാണ്, അതിന് ജ്വല്ലറി ആയാലും സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും പെട്രോൾ പമ്പ് ആണെങ്കിലും എന്താണെങ്കിലും ഇതിൽ ഇന്ന് അള്ള തന്നതൊക്കെ എനിക്ക് തന്നു. തരാത്തൊന്നും എൻ്റെ അല്ല. ആ പൈസക്ക് നല്ല ബർക്കത്തായിരിക്കും. ഓലഞ്ഞ് കെട്ടിക്കൂട്ടിയിട്ട് പൂട്ടാ ഒരാൾ കൊണ്ട് കഴിയില്ല. ഞാനൊരിക്കലേ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പോഴൊന്നല്ല കുറച്ച് മുമ്പ് വെളിയങ്കോട്ട് കൂടി ഇങ്ങനെ എനിക്ക് വാലില്ലാത്ത സമയത്തൊരു സ്വഭാവമുണ്ട്. വാലില്ലാതെ അർസൊക്കെ കഴിഞ്ഞാൽ വണ്ടി എടുത്ത് കണ്ട് എവിടേക്കിലാണ് പോകും. എവിടേക്കെന്ന് തന്നെ മക്ബറയ്ക്ക് ഒരു സിയാറത്തിനാണ് പ്രധാനമായിട്ടും പോകല്, അല്ലെങ്കിൽ ഒഴിഞ്ഞ എവിടെയും പോയിരിക്കുക. ഇതാണ് അതിൻ്റെ ഒരു ഹോബിയാണ്. അപ്പൊ ഞാൻ വെളിയങ്കോട്ട് കൂടി ഇങ്ങനെ പോകണം. ഈ വെളിയങ്കോട് പൊന്നാനി കൂടി യാത്ര ചെയ്യുമ്പോൾ നല്ല സുഖമാണ്. നിങ്ങളൊന്ന് യാത്ര നോക്കണേ. എല്ലായിടത്തും മഹാന്മാർ, അതിൻ്റെ ഇടയിൽ കൂടെ റോഡ്, അങ്ങോട്ടും അസ്സലാം വലൈക്കും, ഇങ്ങോട്ടും അസ്സലാം വലൈക്കും. ഇവിടെ അബ്ദുറഹ്മാൻ ലൈതുറുസി, അവിടെ മഹദൂനങ്ങൾ, അപ്പുറത്ത് ഉമർ ഖാലി, അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോവല്ലേ, നല്ല രസമാണ് പോവാന്. ആ രീതിയിൽ പോകണം കേട്ടോ. അല്ല നിങ്ങൾ ഒന്നായിട്ട് മുണങ്ങി പായസം കുടിച്ചാൽ അങ്ങനെ ഇരുന്ന ഒരു പ്രശ്നം കിട്ടില്ല. ആ ഒരു രീതിയിൽ പോകണം, നല്ല ലെവൽ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ പോകുമ്പോൾ വെളിയങ്കോട് ഉണ്ട് ഒരാള് കുറച്ച് പൂളേറ്റിരിക്കുന്നത്. അങ്ങനെ അറ്ററ്റായിട്ട് പൂളുണ്ട്, തലമ ഒരു തൊപ്പിയുണ്ട്, കൈക്കൊലൊരു തസ്ബീമാലുണ്ട്, കാലൊന്നായിട്ട് നീര് ചേർത്ത് മുട്ടി നിൽക്കുക, കാൽമ നീര്.
അപ്പൊ ഞാൻ അവിടെ നിർത്തി. അതിൻ്റെ അപ്പുറത്തൊരു ചായമക്കാനുണ്ട്, അതും പ്രായമുള്ള ഒരാളാണ്. അവിടെ നിന്ന് കട്ടനൊക്കെ കുടിച്ച് ഞാൻ അയാളോട് വെച്ച്, ഇവിടെ ആരും വാങ്ങാൻ വരുന്നില്ല, പൂള കപ്പ അറിയില്ലേ, കപ്പാസിറ്റി അറിയില്ല, പൂളൊക്കെ കേൾക്കണ അങ്ങാടി അല്ല, അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല കേട്ടോ, ഒരാളെ അർത്ഥം വെച്ചത്. അതുകൊണ്ട് പറയാം, ഈ കപ്പേറ്റിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓരോരുത്തരും ഈമാൻ ഞാൻ പറയണേ. ഞാൻ ഇയാളോട് വെച്ച്, നിങ്ങളെപ്പോൾ ഇരിക്കാൻ തുടങ്ങിയാണ്? ഞാനപ്പോൾ അവിടെ 12 മണിയൊക്കെയാണ് അവിടെ എത്തിയപ്പോൾ. എന്നോട് പറഞ്ഞ്, രാവിലെ 7 മണിക്ക് വന്നതാ. അയാൾ അങ്ങനെയല്ല പറയാ, 7 മണി എന്നാ. എന്നിട്ട് നിങ്ങൾക്കൊന്നും ചെലവായില്ലേ? ഒന്നും ചെലവായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നത് എത്ര കിലോ ഉണ്ട്? 10 ഒക്കെ ഇങ്ങോട്ട് തന്നാളി പറഞ്ഞു. ഞാൻ വാങ്ങി. അപ്പൊ ഇയാൾ ഇങ്ങനെ തൂക്കുമ്പോ, എന്തിനാ ഉസ്താദ് നിങ്ങൾക്ക് ഇതൊക്കെ കൂടിയെന്ന് വെച്ച്. നിങ്ങളിപ്പോ 7 മണിക്ക് വന്നിട്ട് ഇരിക്കല്ലോ, ഒന്നും ചെലവായിട്ടില്ല, മക്കളെയും കുട്ടികളൊക്കെ പോട്ടെ, അതിന് നിങ്ങൾ വാങ്ങണ്ട. ആ തൂക്കിയതൊക്കെ മുപ്പരും കിട്ടുന്ന എടുത്ത് വെച്ച്. എന്നിട്ട് ഇന്നോടൊരു ഈമാനുള്ള വർത്താനം, എനിക്ക് അല്ല കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെലവാകും, കണക്കാക്കിയിട്ടില്ലെങ്കിൽ ചെലവാവില്ല, രണ്ടും എനിക്ക് ഹൈറാണ്. ഞാൻ ആകാണ്ട് ചൂളി പോയി. ആ മനുഷ്യന്റെ ഈമാനൊന്നും തകർക്കാൻ 100 മൂല്യന്മാരോടിയാലും കഴിയില്ല. ആള് നാടനാണ്. എന്താണ് ആ വേരുന്ന ഈമാൻ കാര്യങ്ങള്? ചെലവാവാത്തതിലും ഒരു ടെൻഷനും ഇല്ല. കാരണം ഉപരാട്ട എനിക്കല്ല ഇത് കണക്കാക്കിയത് ചെലവാകും, കണക്കാക്കിയിട്ടില്ലെങ്കിൽ ചെലവാവില്ല. ചെലവായാലും ഹൈറ്, ചെലവായിട്ടില്ലെങ്കിലും ഹൈറ്. അപ്പൊ ചെലവായിട്ടില്ല, ഇപ്പൊ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണ്ടേ? അത് എന്താണുള്ളത് അതാണ്ട് കൊടുക്കും. അല്ലെങ്കിൽ ഉസ്താദെ നമുക്ക് വരുന്ന വഴി തടയില്ലല്ലോ, ഞാൻ എൻ്റെ പേരിക്ക് പോകുമ്പോഴേക്ക് അവിടെ തിന്നാൻ എത്തിയിട്ടുണ്ടാവുന്ന. ഇതാണ് മഹാന്മാരുടെ ചിന്ത. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ, നിങ്ങൾക്ക് നേരം വൈകിയോ? ചില ദിവസം 2-3 മിനിറ്റ് കൊണ്ട് കൂടുട്ടാ, പ്രശ്നമാക്കരുത്. ഇത് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ 2 ചെറിയ പത്തിരി മാത്രമാണുള്ളത്. നോമ്പറക്കണ സമയം. 2 പെണ്ണുങ്ങൾ വേറെ വന്ന്, റമദാൻ മാസം എല്ലാവർക്കും നോമ്പാണ്. റാബിയത്തുൽ അദവിയ്യ നോമ്പ് പറഞ്ഞിട്ട് പോകാറുണ്ട്. ഇവിടെ 3 ആൾക്ക് ഭക്ഷണമില്ല, അതൊന്നും അവർക്ക് നോട്ടമില്ല, അവിടെ ഇരുന്നോളി നോമ്പ് പറഞ്ഞിട്ട് പോകാറ്. ഈ 2 പെണ്ണുങ്ങളെ അവിടെ പിടിച്ചിരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു യാചകം വന്നു, 3-4 ദിവസമായിട്ട് പട്ടിണിയാണ്, എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. അപ്പൊ അവരോട് എന്നാ പത്രി കണ്ട് എടുത്ത് കൊടുത്താളിന്ന്. അപ്പൊ പാത്രം കാലിയാണ്, നോമ്പറക്കാൻ 3 ആളും. നമ്മളാണെങ്കിൽ ആ സമയത്തുള്ള വെത്തപ്പാട് എത്ര ആണെങ്കിൽ അങ്ങോട്ട് വേണ്ടല്ലോ ഇങ്ങോട്ട് വേണ്ടല്ലോ, അവിടെ പോയി ഞാൻ എന്താ താ കാട്ട, ഒന്നുമില്ല, സൈലന്റ് ആണ്. അപ്പൊ ഇവര് ചോദിച്ച്, നോമ്പറക്കുന്ന സമയത്തല്ല, അപ്പൊ കിട്ടും. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ടേ ഒരാള് കിറ്റേറ്റ് വരണേ. ഇത് റാബിയത്തുൽ അദവിയ്യന്റെ പറയല്ലേ? ആ, ഇത് നിങ്ങൾക്ക് രാജാവ് തരാൻ വേണ്ടി പറഞ്ഞാണ്. ഇതെന്താന്ന് വെച്ച്, ഇത് 10 പത്തിരിയാണെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ പോയിട്ടുള്ളൂ, 3 പോയിട്ടുള്ളൂ. അപ്പൊ റാബിയത്തുൽ അദവി പറഞ്ഞു, ആ ഇന്റെ അല്ല അറിഞ്ഞു, എനിക്ക് തന്നല്ല അറിഞ്ഞു. റാബിയത്തുൽ അദവിയ്യന്റെ പൊരയെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നാണ് പറഞ്ഞു. അത് ഈ റാബിയത്തുൽ അദവിയ്യ അല്ല, വേറെ റാബിയത്തുൽ അദവിയ്യാണ്, ഇത് ഇങ്ങോട്ട് കയറ്റണ്ടെന്ന് പറഞ്ഞു. 10 കിട്ടിയിട്ടേ, ഇതിന്റെ അല്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇവിടെ തരാൻ തന്നെയാണ് പറയുന്നത്. ഇവിടെ കിട്ടുകയാണെങ്കിൽ മൻ ജാബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ, 30 പത്തിരി കിട്ടണം. ഇത് 10 20 കമ്മിയുണ്ട്. കാരണം ഒന്നിന് അള്ള കൊടുക്കൽ 10, അത് അള്ള എന്നാന്ന് ഉറപ്പാണ്. പക്ഷെ അതിന് 10 ആവില്ല. അള്ളാരിൽ ഒന്നിന് 10 ആവുമ്പോൾ 30 പത്തിരി കിട്ടണം. അപ്പൊ ഇയാൾ പറഞ്ഞാൽ 20 ഞാൻ മാറ്റി വെച്ചാണ് എന്ന് പറഞ്ഞു. ഇയാൾക്ക് തിന്നാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. അപ്പൊ കൊടുത്തതിന്റെ പകുതി കൊടുക്കാനുള്ള പരിപാടിയാണ്. ആ ചാക്ക് 20 കൊണ്ട് 30 പത്തിരി കൊടുത്തപ്പോഴാണ് വാങ്ങിയത്. അതിനാണ് തവക്കുലാക്കുക എന്ന് പറഞ്ഞു. അങ്ങോട്ട് ഉറപ്പിച്ച് വെച്ചാൽ മതി, അള്ളാണ്ട് വഴികൾ കാണിച്ചു തരും. അതിലൊന്നും ബേജാറ് വേണ്ട. ബേജാറ് ആഖിറത്തിന്റെ കാര്യത്തിൽ മാത്രം മതി. അള്ളാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതാണ് ഇവിടെ പറഞ്ഞത്. സമനും കലയിലൊന്നാണ് പറഞ്ഞെന്നാണ്. ഒന്നുമല്ല. അവർ ഈ കാട്ടിക്കൂട്ടിയ പേക്കൂത്തും അധ്വാനവും കാരണത്താൽ അവർക്ക് തന്നെയാണ് വൈല്. അതിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഹലാലായ സമ്പത്തും നൽകണേ അല്ലാ. ഈ സദസ്സിൽ വലിയ ശമ്പളം വാങ്ങിയ കുട്ടിയാണ് അവന്. വലിയ ശമ്പളം ഗൾഫിൽ നിന്ന്. ആ കമ്പനിയിൽ എനിക്കൊരു സംശയം വന്നപ്പോൾ അത് മൻസൂറിന് വേണ്ടാന്ന് ഞാൻ പറഞ്ഞ കാരണത്താൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് വന്നതാണ്. ഇപ്പം ചെറിയ ശമ്പളമാണ്, എന്നാലും തവക്കലുണ്ട്. അള്ളാഹുവേ നീ
ഹലാലായ സമ്പത്ത് തുറന്നു കൊടുക്കണേ അല്ലാ. നിന്നെ പേടിച്ച് പൈസ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയവരെ നീ ഇടങ്ങറാക്കല്ലേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ ജീവിതത്തിൽ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ആഖിറത്തിൽ നജാത്ത് നൽകണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ മരണം ഏറ്റവും സന്തോഷമുള്ള ദിവസമാക്കണേ അല്ലാ. ഞങ്ങളെ ഏറ്റവും വലിയ രസം റൂഹ് പിരിയുന്ന സമയത്താക്കി തരണേ അല്ലാ. ഞങ്ങളുടെ വിശ്രമത്താവളം ഖബറാക്കണേ അല്ലാ. അവിടെ പുഴുക്കളെ കൊണ്ട് മലക്കളെ കൊണ്ട് ഞങ്ങളെ അദാബാക്കല്ലേ അല്ലാ. ഞങ്ങളെ നാളത്തെ തറവാട് സ്വർഗാക്കി തരണേ അല്ലാ. അള്ളാഹുവെ, സമ്പത്തിൽ സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ല. കച്ചവടത്തിൽ ബർക്കത്ത് നൽകണല്ല. കടലിലും കരയിലും ഇറങ്ങി അധ്വാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിന്റെ വിഭവങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا بمحل فضلك من خيار أمته ومن محبيه واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن مات منا ولمن دفنوا حوالينا ولجميع